നമുക്കിന്ന് 4 മണിക്കത്തേക്ക് കിട്ടിയിരിക്കുന്നത് കപ്പയാണ് കേട്ടോ. പച്ചക്കപ്പ വാങ്ങിച്ചു. അത് ഞാൻ തൊലിയൊക്കെ കളയാണ് കേട്ടോ. പൊന്നു ട്യൂഷന് പോയി. മുത്ത് നല്ല ഉറക്കമാണ്. അങ്ങ് തൊലി കളഞ്ഞു. ഇനി അത് കഴുകി. ഇവിടെയൊക്കെ വട്ടം മുറിച്ച് പുഴുങ്ങാന്ന് പറയും. എൻ്റെയൊക്കെ നാട്ടിൽ ചെണ്ടം പുഴുങ്ങാന്ന് പറയും കേട്ടോ. ഇങ്ങനെ വട്ടത്തിൽ മുറിച്ചിട്ട് പുഴുങ്ങുന്നതിന്. അപ്പോൾ നമുക്ക് ചെണ്ടം പുഴുങ്ങാം. കഴുകി വലിയ കപ്പയായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ 4 പീസാക്കി, ഓരോന്നും 4 പീസാക്കി ചെറിയ ചെരുവത്തിലിട്ടു. കുറേ ദിവസമായി കേട്ടോ കപ്പ തിന്നണമെന്ന് ഒരാഗ്രഹം. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും കപ്പ, ചക്ക, കാച്ചിൽ, ചേമ്പ്, ചേന ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് വന്നേ പിന്നെയാണ് കേട്ടോ എല്ലാം പൈസ കൊടുത്ത് വാങ്ങിക്കുന്നത്. അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി തീരാറായി കേട്ടോ. പൊന്നു വരുമ്പോഴത്തേക്കും വിശന്നിട്ടായിരിക്കും വരിക. 3:30 ആയപ്പോൾ അവൾ പോയി. അന്നേരം തന്നെ മുത്തും കിടന്നുറങ്ങി കേട്ടോ. നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം. വെള്ളം എടുക്കട്ടെ കേട്ടോ. പൈപ്പിലെ വെള്ളം എടുക്കലില്ല. ഇത് നമ്മൾ കുക്കിങ്ങിനൊക്കെ വേറെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാത്തത്. അപ്പോൾ സ്റ്റൗവിൽ വെച്ച് ആദ്യം തന്നെ ഞാൻ കപ്പയ്ക്ക് അങ്ങനെ ഉപ്പിടലില്ല. ഒരു തിള വന്നതിന് ശേഷം ഞാൻ ഉപ്പിടലുള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി ചെറിയുള്ളി അങ്ങ് നന്നാക്കാമെന്ന് വെച്ചു. സാധാരണ ഞാൻ ഉള്ളിയൊക്കെ നന്നാക്കി വയ്ക്കലുണ്ട് കേട്ടോ. അപ്പം ചെറിയുള്ളി നന്നാക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മുത്ത് എഴുന്നേറ്റൊന്ന് പോയി നോക്കി. അപ്പോൾ നന്നാക്കി കഴിഞ്ഞിട്ടോ. പച്ചമുളക്, കാന്താരി മുളകാണ് നല്ലത്. പക്ഷെ നമുക്ക് കാന്താരി മുളകില്ല. അത് കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളക്, ഉണ്ടമുളകില്ലേ, അതിന് നല്ല എരിവാണ്. ഒരു പുകച്ചിലുണ്ടാവും. അതെടുത്തു. 4 എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ മുളകായിരുന്നു. അത് കഴുകി മിക്സിയിൽ ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തി അരയ്ക്കണത്. മിക്സിയുടെ ജാറിലിട്ട് ശരിക്കും അരയൊന്നും വേണ്ട. ഒരു ചതഞ്ഞ് കിട്ടാൻ. അമ്മിയിൽ ഇട്ട് അരയ്ക്കണ അത്ര ടേസ്റ്റൊന്നും ഉണ്ടാവില്ല മിക്സിയിലിട്ട് നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ ചമ്മന്തി അരച്ചെടുക്കാം കേട്ടോ. നിങ്ങളിന്ന് വീട്ടിലെല്ലാവർക്കും എന്തൊക്കെയാണ് 4 മണിക്ക് ചെറുകടികളൊക്കെ ആയിരിക്കും അല്ലേ? ഇവിടെ ഇടയ്ക്ക് ചെറുകടികളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ചമ്മന്തി അരച്ച് ഞാൻ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടോ. ഇനി ഉപ്പ് ഞാൻ ആ കൂടെ തന്നെ ഇട്ടാണ്. ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പുളി ഇടണ ഇഷ്ടമല്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ കപ്പ തിളച്ച് കാരണം അതിന് ഇച്ചിരി ഉപ്പിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായില്ലല്ലോ. അപ്പോൾ കപ്പ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. കപ്പയുടെ തൊണ്ടൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കപ്പ വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേകുന്ന കപ്പയായിരുന്നേ. കപ്പ വെന്തു. അത് പകർത്തി അപ്പോൾ കപ്പയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് ഞാൻ കട്ടൻ ചായ വെച്ചിരുന്നു. അപ്പോൾ നമുക്കിനി ഇത് കഴിക്കാം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.